കാണുന്നില്ലല്ലോ. നീ എന്താ ഇവിടെ വെക്കുന്നത്? നിന്നെ ഈ വീടിന്റെ സെക്യൂരിറ്റി പണി ഏൽപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴും ഇവിടെ കാണാലോ. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ആരെ? ഡാൻസേഴ്സ് ഫ്രണ്ട്സിനെയോ? ഇന്ന് പ്രാക്ടീസ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ആ കാര്യം മറന്നു. കല്യാണിയെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കല്യാണിക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. പക്ഷേ കല്യാണി ഒന്നും പറയുന്നില്ല. ഒരു ദിവസം എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഞാൻ രാഹുൽ സാറിനോട് പറഞ്ഞിരുന്നു. ദാ ഇവിടെ വെച്ച് തന്നെ. പക്ഷേ സാറ് ഞാൻ പറയുന്ന കേൾക്കാൻ നിന്നില്ല. ശരിയാ, സോറി കല്യാണി. ചില കാര്യങ്ങള് ചിലരോടൊക്കെ പറയാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. ഉദാഹരണത്തിന് കല്യാണിക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടെന്ന് കരുതുക. അത് അയാളോട് നേരിട്ട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടില്ലേ? ശരിയാ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാ. ഞാൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്. അവള് മാത്രമാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. എന്നാ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അവളോട് പറയാൻ പറ്റുന്നില്ല. ആരാ ഭാഗ്യവതി എന്നല്ലേ കല്യാണി ഇപ്പൊ ആലോചിക്കുന്നത്? നിനക്ക് അടുത്തറിയാവുന്ന ആള് തന്നെ. നീ ചേച്ചിയെ പോലെ കരുതുന്ന ആള് കീർത്തി. അവളുടെ ഉള്ളില് ഞാനുണ്ടെന്നാ തോന്നുന്നേ. എന്നാൽ ഉറപ്പില്ല. എനിക്കെന്തോ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിലുള്ളത് കീർത്തിയോട് പറയാനായി എന്റെ അടുത്തുള്ള ഒരാളോട് പറഞ്ഞു. പക്ഷെ അയാള് പറഞ്ഞില്ല. അവസാന നിമിഷം ഒഴിഞ്ഞു മാറി. കല്യാണിക്ക് കീർത്തിയുമായി അടുത്ത് ബന്ധമുണ്ടല്ലോ. നീ ഈ കാര്യം പറയോ കീർത്തിയോട്? എന്റെ മനസ്സിലുള്ള പ്രണയം നീ അവളോട് പറയോ? നിനക്കെന്നെ സഹായിക്കാൻ കഴിയും കല്യാണി. അവളുടെ വിവാഹം ഉറപ്പിക്കാൻ പോവുക. അതിനിടയിൽ എന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളെ അറിയിക്കണം. പ്ലീസ് കല്യാണി, നീ എന്നെ ഒന്ന് സഹായിക്ക്. അവളെ നഷ്ടപ്പെട്ട എനിക്ക് പിന്നൊരു ജീവിതമില്ല. നീ അവളോടൊന്ന് സംസാരിക്കണം. ഇനി എനിക്ക് ആ കുമ്പളാങ്കൊറ്റ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, നീ പിന്മാറരുത്. എനിക്ക് അവളോടുള്ള സ്നേഹം എന്തുമാത്രം ഉണ്ടെന്ന് നീ അവളോട് പറയണം. എന്നെ ഇഷ്ടമാണെന്ന് ഒടുക്ക അവളെ കൊണ്ട് പറയിപ്പിക്കണം. ഒക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞ അതേ സ്പോട്ടിൽ തന്നെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയും. ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലാണ് നീ തന്ത്രപരമായിട്ട് സംസാരിക്കേണ്ടത്. നീ എന്നെ സഹായിക്കില്ല കല്യാണി? നിനക്കെന്താ കേൾവിക്കുറവുണ്ടോ? നീ എന്നെ സഹായിക്കില്ലേന്ന്? നല്ല കുട്ടി, ഇന്ന് തന്നെ കീർത്തി കണ്ട് സംസാരിക്കണം കേട്ടോ. കേട്ടോ? യെസ്, ഞാൻ അരമോൻ.
നിനക്ക് അടുത്തറിയാവുന്ന ആള് തന്നെ. നീ ചേച്ചിയെ പോലെ കരുതുന്ന ആള് കീർത്തി. മോളെ, നീ രാഹുലിനെ കണ്ടോ? അവനോട് സംസാരിച്ചോ? എന്തു പറ്റി മോളെ? ആഗ്രഹിച്ചത് വെറുതെയായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനില്ല അച്ഛ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഞാനല്ല, മറ്റേതൊരു പെൺകുട്ടിയാ. അവൻ നിന്നോടങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഞാൻ സംസാരിക്കണോ അവനോട്? നിന്നോട് അവൻ കളിയായി പറഞ്ഞതായിരിക്കുമോ? മുമ്പേ എനിക്ക് സംശയമുണ്ടായിരുന്നു. അയാള് പ്രണയമാണെന്ന് സൂചിപ്പിച്ച പെൺകുട്ടിയോട് ഞാൻ ഈ കാര്യം മുമ്പേ ചോദിച്ചിരുന്നു. പക്ഷെ അവരത് നിഷേധിച്ചു. ആ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കാൻ പോവാ. അവരുടെ സംസാരത്തിൽ രാഹുൽ സാറിനോട് പ്രണയമുള്ളതായിട്ട് തോന്നിയിട്ടേ ഇല്ല. രാഹുലിനോട് ആ കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അവള് വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? അവരോട് രാഹുൽ സാർ തന്റെ പ്രണയം ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാൻ കഴിയുന്നില്ലത്ര. അത് ഞാൻ പറയുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സഹായിക്കണം അത്ര. ഇത്ര ക്രൂവലാണോ അവൻ? ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. എന്നെ അയാൾ ഇൻസൾട്ട് ചെയ്തു. മനസ്സിൽ അയാളെ കൊണ്ട് നടന്നവളാ ഞാൻ. എന്നോട് തന്നെ. വേണമെങ്കിൽ നമുക്ക് അവളോടൊന്ന് സംസാരിക്കാം. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമല്ലോ. മണ്ടത്തരം പറയാതെ. എനിക്ക് തോന്നുന്നില്ല ആ കുട്ടിയുടെ മനസ്സിൽ രാഹുൽ ഉണ്ടെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ അവള് വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അവർക്ക് രാഹുൽ സാറിനോട് സ്നേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി രാഹുൽ സാറിന്റെ പുറകെ ഞാനില്ല. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ അച്ഛ. ഞാനൊക്കെ മറക്കാം. ഇനി മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. വിപിനുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. കല്യാണിക്ക് എന്തു പറ്റി? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. കീർത്തിയോട് അവൾ പറഞ്ഞു കാണൂ. നിന്റെ പെണ്ണ് എന്തു മറുപടി പറഞ്ഞു? ഏട്ടൻ എന്നെ സഹായിക്കണം. ഏട്ടൻ സംസാരിച്ച അവളെ എസ് എന്ന് പറയും. പിന്നെ എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ഇക്കാര്യം വീട്ടിലാരോട് ഇപ്പൊ പറയണ്ട. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ സംസാരിച്ചേനെ. പക്ഷേ കീർത്തിയോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അവള് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? വേസ്റ്റ്. അവളോട് ഏട്ടൻ എന്റെ കാര്യം സംസാരിച്ചില്ലല്ലോ. പിന്നെ എന്തിനാടാ രണ്ടുപേരും രാവിലെ എന്നെ വേഷം കെട്ടി ഇറങ്ങിയത്? അവള് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഫോൺ വിളിച്ചിട്ട് എടുത്തൂല്ല. അവൾ അവോയ്ഡ് ചെയ്തു. ഇനി അവളോട് സംസാരിക്കാൻ കഴിയില്ലെന്ന് ഏട്ടൻ പറഞ്ഞു. ഞാൻ സംസാരിക്കണോ? ഓ വേണ്ട. സംസാരിക്കാനായിട്ട് ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട്. ആരോടാ പറഞ്ഞത്? ഒരു പെൺകുട്ടിയോടാ. അവളുടെ ഫ്രണ്ടാണ് ഈ പെൺകുട്ടി. അവള് പറയോടാ? ഉറപ്പായിട്ടും പറയും. അതിന്റെ റിസൾട്ട് നാളെ നേരം വെളുക്കുമ്പോ അറിയാം. അതിനിടയിൽ ഏട്ടൻ എന്നോടൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറി. ഒരു സഹായം വേണ്ടെന്നാ ഇപ്പൊ പറയുന്നത്. ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തച്ഛനോട് പറഞ്ഞിരുന്നോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ മനസ്സിലുള്ള പെണ്ണ ഏതാണെന്ന് ഇനിയെങ്കിലും എന്നോടൊന്ന് പറ. എല്ലാം ഓക്കെ ആയതിനു ശേഷം പറയാം. മുത്തശ്ശൻ ചെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന നിമിഷം അവൾ ആരാണെന്ന് മുത്തശ്ശനോട് പറയും. ഒടുക്ക ഏട്ടന്റെ ഗതി വരാതിരുന്നാ മതിയായിരുന്നു. എന്താണ് പിറുപിറുക്കുന്നത്?
ഒന്നുമില്ലേ, രണ്ടുപേരും ആഗ്രഹിച്ച പെണ്ണിനെ കെട്ടാൻ ഭാഗ്യമില്ലാത്തവരാണെന്ന് തോന്നുന്നു. കരിനാക്ക് വളയ്ക്കാതെ ഞാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഏട്ടൻ അങ്ങനെ ഒരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ടില്ല. മുത്തശ്ശൻ രണ്ടുപേരെയും പറയരുത്. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ കിട്ടും. മുത്തശ്ശൻ കണ്ടു. ഓ, എങ്കിൽ സന്തോഷം. ഇതെങ്കിലും നടക്കട്ടെ. കരിനാക്കാവൂ. കല്യാണി സംസാരിച്ച് കാണും. എന്നോട് നേരിട്ട് സ്നേഹമെന്ന് പറയാനാ കീർത്തി വിളിക്കുന്നത്. ഹലോ കീർത്തി, താനെന്നെ വിളിക്കുന്നൊട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ കരുതുന്നുണ്ടാവും രാഹുൽ എന്ത് മാന്യനാ, നേരെ പറയാതെ വളഞ്ഞ വഴിയിലൂടെ. താൻ എന്തൊരു മനുഷ്യനാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നിയതല്ല, അതാദ്യം കണ്ടപ്പോഴേ തോന്നിയതാ. താൻ എന്താ പറഞ്ഞു വരുന്നേന്ന് എനിക്കറിയില്ല. എന്തായാലും അതെനിക്ക് കേക്കണ്ട. ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. വിവേകേട്ടൻ എന്നോട് പറയാ, ഇനി രാഹുലിനെ തന്റെ കൂടെ കണ്ടാ അവന്റെ കയ്യും കാലും തല്ലി ഒടിക്കുന്ന. ഞാൻ കൊല്ലും. ഫുട്ബോൾ കളിക്കേണ്ടതല്ലേ രാഹുലിന്? കയ്യും കാലും ഒടിഞ്ഞാലേ കരിയർ നശിക്കും. അതുകൊണ്ട് ഇനി എന്നോടൊപ്പം എവിടെയും വരണ്ടാട്ടോ. എന്റെ കയ്യും കാലും ഒടിക്കാനേ അവൻ ഇങ്ങോട്ട് വന്നാ മതി. ഒരു കൊവൈകേട്ടൻ വന്നിരിക്കുന്നു. ഞാൻ നിന്റെ കൂടെ നടക്കും. വേണ്ടി വന്ന നിന്റെ കയ്യും പിടിച്ചങ്ങ് നടക്കും. നിന്റെ കൊവൈകേട്ടനെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്ന് കാണുമല്ലോ. ദിലീപിന് എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയാലോ. നിന്റെ വിവേകേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്ക് ഞാൻ ആരാണെന്ന്. കോർണർക്ക് എടുക്കുന്ന പോലെ എടുക്കും ഞാൻ അവനെ. അവളുടെ ഒരു കൊവയകേട്ടൻ വീട്ടില് ഞാൻ തന്നെ. നീ അവന് വിധിച്ച പെണ്ണല്ല, എനിക്ക് വിധിച്ച പെണ്ണ. അവളുടെ ഒരു വിവേകേട്ടൻ വീട്ടില് ഞാൻ അവനെ. കീർത്തി അവനുള്ള പെണ്ണല്ല, എനിക്ക് വിധിച്ച പെണ്ണ. കീർത്തി എന്നെ വിളിച്ച് പറയാണേ, ഇനി അവളുടെ കൂടെ എന്നെ കണ്ട അവളുടെ വിവേകേട്ടൻ എന്റെ കയ്യും കാലും തല്ലിയൊടിക്കൂ അത്ര. ബ്ലഡി ഇൻസ്റ്റാൾമെന്റ് ഫെലോഷിപ്പ് അവന് ഞാൻ വെച്ചിട്ടുണ്ട്. കീർത്തിയെ സ്വന്തമാക്കിയിട്ടാ ഞാൻ അവനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നത്. ഏട്ടനൊന്നും മനസ്സ് വെച്ചായിരുന്നെങ്കിൽ എന്റെയും കീർത്തിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനത്തിലെത്തായിരുന്നു. അതിന് മുങ്ങിക്കളഞ്ഞില്ലേ. അപ്പോ നിന്റെ സ്നേഹം നീ അവളോട് പറഞ്ഞില്ലേ? ഓ എവിടെ, ഞങ്ങള് രണ്ടുപേരും എന്തെങ്കിലും പറയാൻ തുടങ്ങിയ ഉടക്കിലെല്ലാം അവസാനിക്കൂ. അതിനിടയ്ക്ക് അവളുടെ വിവേകേട്ടൻ വന്നു. ഏട്ടൻ കൈയൊഴിഞ്ഞപ്പോ ഞാൻ കല്യാണിയോടെ എല്ലാം പറഞ്ഞു. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണല്ലോ. എന്റെ സ്നേഹം കല്യാണി കൂളായിട്ട് കീർത്തിയോട് പറയുന്ന ഞാൻ കരുതിയത്. പക്ഷെ അവളും കീർത്തിയോട് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിരുന്നെങ്കിൽ കീർത്തിയെ സൂചിപ്പിക്കായിരുന്നല്ലോ. ഒരു രക്ഷയില്ലാട്ട. ഏട്ടൻ തന്നെ എന്നെ സഹായിക്കേണ്ടി വരും. കീർത്തിയോട് ഏട്ടൻ തന്നെ എന്റെ കാര്യം സംസാരിക്കണം. ഏട്ടനും കീർത്തിയും നല്ല സുഹൃത്തുക്കളാണല്ലോ. അതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് ഏട്ടൻ ഈ കാര്യം സംസാരിക്കാം. നേരിട്ട് കാണണമെന്നില്ല, അവളെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട് രാഹുൽ. കീർത്തി നല്ല കുട്ടിയാ. നിങ്ങൾ തമ്മിൽ നന്നായിട്ട് ചേരും. അവളുടെ മനസ്സിൽ നീയുണ്ട്. അതുകൊണ്ട് തന്നെ നീ നേരിട്ട് പറയുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഞാനും അവളും തമ്മിൽ. രാഹുൽ പ്ലീസ്, ഇനി എന്നെ നിർബന്ധിക്കരുത്. പോട്ടെ, ഇനി ഞാൻ ഏട്ടനെ നിർബന്ധിക്കുന്നില്ല. മറ്റെന്തെങ്കിലും വഴി ആലോചിക്കാൻ ഞാൻ. ഏട്ടൻ എന്നെ സഹായിക്കാൻ മനസ്സില്ല. പക്ഷെ എനിക്ക് ഏട്ടനെ സഹായിക്കാൻ ഒരു മടിയുമില്ല. എന്റെ സഹായം വേണമെന്ന് ഏട്ടൻ പറഞ്ഞില്ലേ, അതെന്താന്ന് പറ. നേരത്തെ നീ ഇതേ ചോദ്യം ചോദിച്ചപ്പോ ഒരു സഹായം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് നിന്റെ സഹായം വേണമെന്ന്.
എന്റെ കല്യാണം നടത്താൻ നിന്റെ ഹെൽപ്പ് വേണം. നീ എന്റെ കൂടെ നിൽക്കണം. ആരുമായിട്ടുള്ള വിവാഹം? എന്റെ വിവാഹം ആരുമായിട്ടാണോ നിശ്ചയിച്ചിരിക്കുന്നത് അവളുമായിട്ട് തന്നെ, അഞ്ജലിയായിട്ട്. ഏട്ടാ, എന്താ നീ കൂടെ ഉണ്ടാവില്ലേ? ഏട്ടൻ എന്താ തമാശ പറയണോ? അഞ്ജലിക്ക് വേറൊരുത്തനായിട്ട് ബന്ധമുണ്ട്. അത് തെളിവ് സഹിതം ഞാനും കീർത്തിയും വിശദീകരിച്ചതുമാണ്. എന്നിട്ട് ഏട്ടനത് മനസ്സിലായില്ലേ? എന്ത് തെളിവ്? അതിനൊക്കെ അഞ്ജലിയുടെ അമ്മ പറഞ്ഞ മറുപടി തന്നെയാ എനിക്കും പറയാനുള്ളത്. ഏട്ടാ, ഇക്കാര്യത്തിൽ കൂടുതൽ സംസാരം വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ഇപ്പൊ ഇങ്ങനെ? ഏട്ടൻ അഞ്ജലിയെ മനസ്സുകൊണ്ട് ഒഴിവാക്കിയെന്ന് ഞാൻ കരുതിയേ. അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കുള്ള കാത്തിരിപ്പാണ് ജീവിതം എന്ന് പറയാറുണ്ട്. പ്രതീക്ഷിക്കാതെ ചിലതൊക്കെ സംഭവിക്കുന്നു. ഇനിയും വിധി അവൻ വയ്യ രാഹുൽ. അഞ്ജലിയാണ് എനിക്ക് വിധിച്ചത്. ഞാൻ അവളുടെ കഴുത്തില് താലി കെട്ടുക തന്നെ ചെയ്യും. എവിടെ റോഷനും രാഹുലും? റോഷൻ, രാഹുൽ ഭക്ഷണം കഴിക്കുന്നില്ലേ? എവിടെ രാഹുൽ? എന്റെ കല്യാണം എടുത്തിട്ടും ആർക്കൊരു ഉത്സാഹം കാണുന്നില്ലല്ലോ. എന്ത് പറ്റി എല്ലാവർക്കും? എന്റെ അഞ്ജലിയുടെ വിവാഹ നിശ്ചയം നടത്താൻ എന്തൊരു ഉത്സാഹമായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല. കീർത്തി രാഹുലും അഞ്ജലിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് കരുതിയോ എല്ലാവരും? അവരങ്ങനെ പറഞ്ഞതിന് ശേഷം നീയൊന്നും പറഞ്ഞില്ല. അതിന്റെ ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. ഞാനെന്ത് പറയാനാ? നിങ്ങളെല്ലാവരും ചേർന്നല്ലേ വിവാഹം ഉറപ്പിച്ചത്. അത് നടക്കും. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അതാണ് വാക്കിന് വിലയുള്ളവനാ റോഷൻ, വിവേകമുള്ളവനാ. സത്യം എന്താണെന്ന് എന്നെ പോലെ അവനും മനസ്സിലായിട്ടുണ്ട്. അഞ്ജലി തെറ്റുകാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുലും കീർത്തിയും പറഞ്ഞപ്പോ റോഷന്റെ മനസ്സ് മാറിയോന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആശ്വാസമായി. നീ തീരുമാനം മാറ്റിയില്ലല്ലോ. നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ നടക്കട്ടെ മോനെ. നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യ. ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയാ. നിന്റെ ബുദ്ധി നശിച്ചുപോയടാ. അവളെ കുറിച്ച് കീർത്തിയും രാഹുലും പറഞ്ഞൊക്കെ നീ മറന്നോ? നിന്റെ അനുജനെ നിനക്ക് വിശ്വാസമില്ലേ? അച്ഛൻ അവരുടെ ഭാഗം ചേർന്നേ സംസാരിക്കുള്ളൂ, അതെനിക്കറിയാം. റോഷൻ തീരുമാനിച്ചു കഴിഞ്ഞു. അഞ്ജലി വിവാഹം കഴിക്കുന്നതിന് അവന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്തിനാ വിഷമം? ശരിയാണ്, ഒക്കെ അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നാണുണ്ടോടാ നിനക്ക് അവളെ കെട്ടാൻ? അവള് സ്നേഹിക്കുന്നത് നിന്നെയല്ല, മറ്റൊരുത്തനെയാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിന്റെ മനസ്സിൽ അഞ്ജലി ഇല്ല. പെട്ടെന്നുള്ള നിന്റെ മനമാറ്റത്തിന് കാരണം എന്താണെന്നും എനിക്കറിയാം. അഞ്ജലിയെ കെട്ടുക എന്നുള്ളതല്ല അതിനുള്ള പരിഹാരം. ഒരു വാശിയുടെ പുറത്ത് നടത്താനുള്ളതല്ല വിവാഹം. മുത്തശ്ശ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ വിവാഹം നടക്കും. എന്റെ മുത്തശ്ശൻ ഒക്കെ മറന്ന് എന്റെ കൂടെ നിൽക്കണം. മുത്തശ്ശന്റെ അനുഗ്രഹം ഉണ്ടാവണം രണ്ടാൾക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. അഞ്ജലിയുടെ വീട്ടിൽ വെച്ച് സിമ്പിളായിട്ട് വിവാഹം നടത്താം. അധികമാരെ ക്ഷണിക്കേണ്ടതില്ല. വലിയ ആഘോഷമായി നിന്റെ വിവാഹം നടത്തണമെന്നാ തീരുമാനിച്ചത്. എന്നാലും അടുത്ത ബന്ധുക്കളെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും കുറച്ചുകൂടി ഉഷാറാക്കണം.
അതൊന്നും വേണ്ട, ഒരാർഭാടവും വേണ്ട. കുറച്ചു പേര് മതി. താലി കെട്ടുന്നു, ചെറിയൊരു സദ്യ, അത്ര മതി. ശരി, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. കൂടെ നിൽക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ഒന്നുറപ്പാണ്, നീ പൂർണ്ണ മനസ്സോടെയല്ല ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത്. നിന്റെ മനസ്സെനിക്ക് അറിയാടാ മോനെ. പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ സമ്മതിച്ചത്. ഒരു പെണ്ണിന് ആഗ്രഹം കൊടുത്തു, ഇനി പിന്മാറുന്ന പ്രശ്നമില്ല.